ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കാലാകാലങ്ങളെ ലാലേട്ടന്റെ കളക്ഷൻ എല്ലാം തള്ളെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ വൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തലൈവർ രജനീകാന്തിനെ OTT റൈറ്റ്സിൽ മറികടന്നിരിക്കുകയാണ് തലപതി വിജയ്. ഇന്ന് ചറപറ അപ്ഡേറ്റ് ഉണ്ട്. എല്ലാ അപ്ഡേറ്റുകളിലേക്കും നമുക്ക് പോവാം. അരുൺ വർമ്മ SJ വെച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് ഗരുഡൻ. ഗരുഡന് ശേഷം അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ബേബി ഗേൾ. ചിത്രത്തിൽ നായകനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്ന നമ്മുടെ ചാക്കോച്ചൻ കുഞ്ചാക്ക ബോബനെയായിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡേറ്റ് ഇഷ്യൂ കാരണം ചാക്കോച്ചൻ സിനിമയിൽ നിന്ന് മാറി നിവിൻ പോളി പുതിയതായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ബോബി സഞ്ജയ് തിരക്കഥ എഴുതുന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിസ്റ്റൻ സ്റ്റീഫനാണ്. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സാഗർ ഏലിയസ് ജാക്കി എന്ന ചിത്രത്തിന് ശേഷം ലാലേട്ടൻ വെച്ച് അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ ചിത്രത്തിന്റെ റൂമേഴ്സ് കുറെ നാൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എമ്പുരാന് ശേഷം ഇപ്പോൾ പുതിയ റൂമേഴ്സ് ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഈ ഏപ്രിൽ മാസം അല്ലെങ്കിൽ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയ മെയ് മാസത്തിലോ വരുമെന്നാണ് ഇപ്പോൾ ഉള്ള റൂമേഴ്സ് പറയുന്നത്. ചിത്രത്തിൽ നമ്മുടെ ഫഹദ് ഫാസിൽ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ അപ്ഡേറ്റുകൾ പറയുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ഇനി നമുക്ക് കുറച്ച് OTT അപ്ഡേറ്റ്സും ഫിലിം പ്രീമിയർ ഒന്ന് നോക്കാം. ഐശ്വര്യ ലക്ഷ്മി ഷറഫുദ്ദീൻ അഭിനയിച്ച ഹലോ മമ്മി ഏപ്രിൽ 12 ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഏഷ്യാനെറ്റ് മൂവീസിൽ പ്രീമിയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ തലൈവർ രജനീകാന്തിനെ വെച്ച് TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത ചിത്രമാണ് വേട്ടയൻ. തലൈവറിനെ കൂടാതെ ഫഹദ് ഫാസിലും അമിതാഭ് ബച്ചനും നമ്മുടെ റാണ ദഗുപട്ടി അഭിനയിച്ച ചിത്രം ഇപ്പോൾ സൂര്യ TVയിൽ പ്രീമിയർ ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. നമ്മുടെ അല്ലു അർജുനെ വെച്ച് സുകുമാർ സംവിധാനം ചെയ്ത 1000 കോടിക്ക് മേലെ നേടിയ ചിത്രമാണ് പുഷ്പ 2. ചിത്രത്തിന്റെ ടെലിവിഷൻ പ്രീമിയർ നമ്മുടെ ഏഷ്യാനെറ്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഉടൻ തന്നെ ഏഷ്യാനെറ്റിലൂടെ പ്രീമിയർ ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. മലയാളത്തിന്റെ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ബറോസ്. ചിത്രത്തിന്റെ ടെലിവിഷൻ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. ചിത്രം ഉടൻ തന്നെ ഏഷ്യാനെറ്റിലൂടെ ടെലിവിഷൻ പ്രീമിയർ ചെയ്യുന്നതാണ്. സജിൻ ഗോവും അനശ്വര രാജൻ അഭിനയിച്ച് ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് പൈങ്കിളി. ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. റോബിൻ സാഗറിനെ നമിത പ്രബോധിനെ കേന്ദ്ര കഥാപാത്രമായ ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത ചിത്രമാണ് മച്ചാന്റെ മാലാഹ. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സിംപ്ലി സൗത്ത് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 4 ഫിലിം പ്രീമിയർ ചെയ്യുന്നത്. മാമനന് ശേഷം ഫാഫയും വടിവേലും ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് മാരീസൻ. സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് RB ചൗധരിയാണ്. ഇത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ 100ാമത്തെ ചിത്രമാണ്. ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് നമ്മുടെ യുവൻ ശങ്കർ രാജയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈയിലാണ് റിലീസായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. ജിഗർദണ്ഡ് എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം കാർത്തിക് സുബ്രാജ് നമ്മുടെ സൂര്യ വെച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റെട്രോ. ചിത്രം കേരളത്തിൽ കളിക്കാൻ പോകുന്ന ഷോ ടൈം ഇപ്പോൾ വന്നിരിക്കുകയാണ്. കേരളത്തിൽ രാവിലെ 9 മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യത്തെ ഷോ ആരംഭിക്കുന്നത്. കേരളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് വൈഗ മെറിലാൻഡ് ആണ്. നമ്മുടെ നടുപ്പി നായകൻ സൂര്യയുടെ വലിയൊരു കംബാക്ക് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്തായാലും ചിത്രത്തിലൂടെ നല്ലൊരു കംബാക്ക് ആഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ തലൈവർ രജനീകാന്തിനെ വെച്ച് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കൂലി. ചിത്രത്തിൻ്റെതായിട്ടുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റ് നാളെ വരുമെന്ന് ഇപ്പോൾ സൺ പിക്ചേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതൊരു ടീസർ അപ്ഡേറ്റ് ആയിരിക്കാന്ന് ഇപ്പോൾ ഫാൻസുകാർ പറയുന്നുണ്ട്. ഏപ്രിൽ 14 ചിലപ്പോൾ ടീസർ വരുന്നതിനെ കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും. എന്തായാലും ചിത്രത്തിന് വേണ്ടി ഒരുപാട് പേര് കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുകയാണ്. ഓരോ ഇൻഡസ്ട്രിയിൽ നിന്ന് ഓരോരോ സ്റ്റാർസിനെ വെച്ചാണ് ലോകേഷ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് സൗബിൻ തൊട്ട് സാക്ഷാൽ അമീർ ഖാൻ വരെ വില്ലൻ റോളിൽ എത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. എന്തായാലും എല്ലാവരും നല്ല പ്രതീക്ഷയോടെ ഒരു കാത്തിരിക്കുന്ന ഒരു ലോകേഷ് ചിത്രമാണ് കൂലി. OTT റൈറ്റ്സിൽ ഇപ്പോൾ സാക്ഷാൽ തലൈവർ രജനീകാന്തിനെ മറികടന്നിരിക്കുകയാണ് നമ്മുടെ തലപതി വിജയ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത തലൈവരുടെ കൂലിക്ക് മേലെയാണ് തലപതി വിജയുടെ ജനനായകൻ OTT റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. 110-120 കോടിക്കാണ് തലൈവർ രജനീകാന്തിന്റെ കൂലിയുടെ OTT റൈറ്റ്സ് ആമസോൺ സ്വന്തമാക്കിയതെങ്കിൽ 121 കോടിക്കാണ് തലപതി വിജയുടെ ജനനായകൻ ആമസോൺ സ്വന്തമാക്കിയിരിക്കുന്നത്. വിനോദാണ് തലപതി വിജയ് വെച്ച് ജനനായകൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിൽ തലപതി വിജയ് കൂടാതെ പൂജ ഹെഗ്ഡെയും ബോബി ഡിയോളാണ് മറ്റ് കേന്ദ്ര കഥാപാത്രം എത്തുന്നത്. നമ്മുടെ മലയാളിയായ മമിത ബൈജും കൂടെ ഉണ്ട്. നമ്മുടെ വിനോദിന്റെ തീരൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഒരു ആവറേജ് രീതിയിലാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് വന്ന തുനിവ് അടക്കം. പക്ഷെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും. ഇത് തലപതി വിജയുടെ അവസാനത്തെ ഒരു പ്രോജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതിനനുസരിച്ച് ഒന്ന് ഉയരമൊന്ന് നോക്കാം.
ഫിലിം ചോയ്സിലായിരുന്നാലും പേഴ്സണൽ ലൈഫിലായിരുന്നാലും അതുകൊണ്ട് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ ലാലേട്ടൻ. ബോക്സ് ഓഫീസ് എല്ലാം തള്ളു കളക്ഷൻ ആണെന്ന് ഹേറ്റേഴ്സ് പറഞ്ഞു വരുത്തിയിട്ട് പോലും ലാലേട്ടൻ ഫാൻസിന് അറിയാം ലാലേട്ടൻ്റെ ഒരു പവർ. ആ പവർ ഇപ്പൊ എമ്പുരാനിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അമ്മാതിരി തൂക്കാണ് തൂക്കിയിരിക്കുന്നത് ഓരോ ദിവസം വെച്ച്. ഇനവും തരവും തണ്ടിയും വേറെയാടാ ശ്രീധര, നീ താങ്ങത്തില്ല. 7 ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് മാത്രം 11 കോടിയാണ് ഇപ്പോൾ എമ്പുരാൻ തൂക്കിയിരിക്കുന്നത്. ഡേ 1 67 കോടിയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഡേ 7 9.5 കോടിയാണ് നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ്. ആകെ മൊത്തത്തിൽ ഫസ്റ്റ് വീക്ക് ടോട്ടൽ ഗ്രോസ് കളക്ഷനായിട്ട് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് 228.80 കോടി രൂപയാണ്. എല്ലാം അടിച്ചു തൂഫാനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് വീക്ക് ഓവർസീസ് കളക്ഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ്, ജർമ്മനി, UK, അയർലാൻഡ്, US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇവിടെ നിന്നെല്ലാം കൂടി ആകെ ടോട്ടൽ ഗ്രോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 15.38 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 131.6 കോടി രൂപ. കഴിഞ്ഞിട്ടില്ല രാമ, സംഭവം വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നോടുണ്ട് ബാക്കി. ലാലേട്ടൻ്റെ ഫ്രണ്ടായ സുരേഷ് കുമാർജി പറഞ്ഞതുപോലെ തിയേറ്റർ ഷെയറായിട്ട് ഇതുവരെ 100 കോടി ഷെയർ ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ്. പക്ഷേ എമ്പുരാനിലൂടെ അത് നേടിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 7 ദിവസം തന്നെ റിലീസിനെത്തിയിട്ട് 7 ദിവസം കൊണ്ടാണ് ഇപ്പോൾ 100 കോടി ഷെയർ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. ഉണ്ടാക്കിയ അപ്പനെ കൊണ്ടായില്ല, പിന്നെ ആ അപ്പനാണ് ഇനി ആരെ കൊണ്ടും അതിനാവേയില്ല. ഡെയിലി വാർത്തകൾക്കും ഡെയിലി ഫിലിം അപ്ഡേറ്റ്സിനും വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.